ഹായ്. ഇന്നലെ ഒരു ഫുഡിൻ്റെ കോളൊക്കെ വന്നതിനും അറിയാലോ, അത് ഡിലീറ്റ് ആക്കാൻ കാരണം പിന്നെ അവിടുന്ന് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഉച്ചക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മുപ്പരെന്നെ ഒന്ന് നൈസായിട്ടൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിനൊന്നും നമ്മൾ ഇതായിക്കൊന്നില്ല. അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരിൽ എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ച് പോലീസുകാരെ സപ്പോർട്ട് ചെയ്തൊന്നും പറയില്ല കേട്ടോ. നല്ല അടിപൊളിയില്ല സംസാരിച്ചത്. പിന്നെ അവിടുന്ന് എൻ്റെ വാപ്പാനെ നൈസായിട്ടൊന്ന് വിളിച്ച്. പക്ഷേ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ വാപ്പാനെ വിളിച്ചതിന് മാപ്പ് പറയണം എന്നുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഒരു 5-6 മാപ്പ് മൂപ്പറെ കൊണ്ട് പറയിപ്പിച്ചിട്ട്. പിന്നെ മൂപ്പര് പറഞ്ഞു വെച്ചാൽ, ഞാൻ നിൻ്റെ വാപ്പാനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ വാപ്പാനെ വിളിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ ഇടാൻ കാരണം വീഡിയോ കുറേ ആൾക്കാർ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഡിലീറ്റ് ആക്കി എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് പറ്റിയൊരു തെറ്റെന്ന് വെച്ചാൽ, അവിടുത്തെ അവർ പറയുന്ന റെക്കോർഡല്ലാതെ അതിൽ ഞാൻ അപമര്യാദയായി സംസാരിച്ചു എന്നാണ് പറയുന്നത്. ആ വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഡിലീറ്റ് ആക്കി. അപ്പോൾ ഡിലീറ്റ് ആക്കാൻ പറ്റുമോ പറ്റിയില്ലേ എന്നുള്ള രീതിയിൽ ഡിലീറ്റ് ആക്കിയില്ലേ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഡിലീറ്റ് ആക്കിയില്ലേ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മളിഷ്ടത്തിന് നമുക്കൊരു വീഡിയോ ഇടാം ആ രീതിയിൽ. പക്ഷേ അവിടെ അത്രയും ആൾക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും അവിടെ വന്ന ഒരാൾ, സ്ഥാപനത്തിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അവിടെ വന്ന ഒരാൾ ഞാൻ കൊടുത്ത 85 ഉറുപ്പ്യക്ക് ഒരു വിലയില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. 600 ചില്ലാൻ ഉറുപ്പ്യറ്റാണ് എൻ്റെ ബില്ല്. അതിൽ കറിക്ക് 85 ഉറുപ്പ്യൻ്റെ ഈ ഒരു സംഭവം. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം അത്ര ആൾക്കാരെ വിളിച്ചിട്ട് എന്തിനാ ഡിലീറ്റ് ആക്കി നമുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് പറയുന്നതിന് എന്താ പ്രശ്നം? അതിന് നമുക്കുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരു പ്രശ്നമില്ല, അതിന് ഒരു സംഭവമില്ല, ഒന്നുമില്ല. നമ്മൾ ഡിലീറ്റ് ആക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മുമ്പേ ഡിലീറ്റ് ആക്കാനുള്ളതാണ്. പക്ഷേ കോളിൽ ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളൊക്കെ വന്നതിനെ കൊണ്ടാണ് നമ്മളെന്താക്കാഞ്ഞ് ഡിലീറ്റ് ആക്കാഞ്ഞ്. അത് നമ്മളിന്നലെ സാറോട് പറയുകയും ചെയ്തത്. സാറത് ചോദിക്കുകയും ചെയ്തത്, ആരൊക്കെയാണ് വിളിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിലാണ് ഇന്നലെ ഇതാക്കുകയൊക്കെ ചെയ്ത്. ഇന്നലെ 5:30 അവിടെ എത്തി. എനിക്ക് ചില പ്രശ്നം, വണ്ടി ബ്ലോക്കും കാര്യങ്ങളുള്ളതിനെ കൊണ്ട് ഞാനൊരു 6 മണിയായി എത്തുന്നേരം. എൻ്റെ ഇടയ്ക്ക് സാറ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നതിന് ശേഷം നടന്ന സംഭവമാണ്. നല്ല അസലായിട്ട് മാന്യമായ രീതിയിൽ മാപ്പ് എന്തായാലും പറയിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി. പിന്നെ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഏത് ഹോട്ടലായിക്കോട്ടെ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ആദ്യം വിളിച്ചു വരേണ്ടത് ഫുഡ് ഇൻസ്പെക്ടർ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ നമ്പറൊന്നും കിട്ടിയില്ല, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് എന്താക്കിയാൽ മതി, കംപ്ലൈൻറ്റ് ചെയ്താൽ മതി. പിന്നെ അതിന് നിയമപരമായിട്ടുള്ള നടപടി എടുക്കുക. ഞാൻ ആദ്യം അവിടെ പോയിട്ട് ഇതാക്കിയാൽ മതി. ഞാനിടുന്ന വീഡിയോയിൽ സത്യസന്ധമല്ലാത്ത ഒരു വീഡിയോ ഞാനിടില്ല. ഫുഡ് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയും, നന്നില്ലെങ്കിൽ വേണമെങ്കിൽ പോയി കഴിച്ചാൽ മതി എന്ന് മാത്രമേ പറയൂ. ഇതിലേ പോകുന്നുണ്ടെങ്കിൽ കഴിച്ചോ എന്ന് മാത്രമേ പറയൂ. എന്ന് വെച്ചാൽ ഞാനൊരാൾ പറഞ്ഞിട്ട് നിങ്ങൾ പോയി കഴിക്കുന്നത് നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് വിശപ്പുണ്ടെങ്കിലാണ് ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവും. എത്ര വിശപ്പ് കൂടുതലോ അത്രയും ടേസ്റ്റ് നമുക്ക് ഇതാവും. വിശക്കുന്ന സമയത്ത് എന്ത് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. അതേമാതിരി തന്നെയാണ് നല്ലതാണെങ്കിൽ നല്ലത്, വിശപ്പില്ലെങ്കിലും ഞാനിപ്പം പോയിട്ട് വീഡിയോ എടുക്കുന്ന ഫുഡ് കഴിക്കുന്ന ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഫുഡിനുള്ള പൈസ അന്തസ്സുള്ള രീതിയിൽ കൊടുത്തിട്ട് പോലെ പറഞ്ഞു വെച്ചാൽ വെരി സ്ക്രിപ്റ്റാണിത്. എൻ്റെ ഹോട്ടലിൽ വന്നിട്ട് സ്ക്രിപ്റ്റ് മോഡലിൽ ചെയ്ത സംഭവമാണ്. ഒരിക്കലുമല്ല നമ്മൾ അധികം ഓർഡർ ചെയ്യുന്ന സ്ഥലമൊന്ന് പറയാനും പൊറാട്ട അധികം അവിടെ നിന്ന് ഓർഡർ ചെയ്യുക. അപ്പം ഇങ്ങനൊരു സംഭവമായിട്ട് അതിൻ്റെ ശൈലിയിൽ എൻ്റെ ഒരാൾ പറഞ്ഞു വെച്ചാൽ, ഞാൻ ഇത്രയും പൈസയും കൊടുത്തിട്ട് ഇത് തുടങ്ങിയത് നിൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ ഹോട്ടൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ആരെ ഹോട്ടലും പൂട്ടിക്കുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തിച്ച്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പം ഏറെക്കുറെ ആൾക്കാർക്ക് അത്രയും കമൻറ്റുകൾ ഞാൻ ഇന്നലെ സാർക്ക് കാണിച്ചു കൊടുത്തത്, അത്രയും കമൻറ്റുകൾ ആ വീഡിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷെ സാറതൊന്നും നോക്കി നിന്നിക്കില്ല. എന്നോട് പറഞ്ഞു വെച്ചാൽ, അഭിത നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ അത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ. ഞാൻ പറഞ്ഞു ഇത്രയും വർക്ക് ചെയ്യുന്ന സ്ഥലമായാലും നല്ലൊരു ഫുഡ് കൊടുക്കാനല്ലേ നമ്മൾ നല്ലൊരു ഹോട്ടലിലേക്ക് പോകുന്നത്.
ഹോട്ടലിൻ്റെ വലുപ്പം കണ്ടിട്ടാണ് എല്ലാവരും പോകുന്നത്. ഹോട്ടലിൽ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് നമ്മളൊക്കെ പോകുന്നത്. പക്ഷെ ഞാനും അതേമാതിരി തന്നെ പോയി എന്നുള്ളൂ. എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ പേരെന്തായാലും ഞാൻ പറയുന്നില്ല, വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ മുതൽ രാത്രി ഞാനൊരു 10 മണിയായിട്ട് സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമയത്ത്, അത് അവിടെ പിടിച്ചിരുത്തിയൊന്നല്ല, ഗംഭീരമായതിനും എൻ്റെ ബൈക്ക് സ്റ്റേഷനിൽ തന്നെ ഉള്ളത്. പിന്നെ ഞാൻ വന്നത് അവിടെയുള്ള ഒരു പോലീസുകാരുടെ വണ്ടിയിലാണ് വന്നത് വീട്ടിലേക്ക്. മൂപ്പറ് പേര് പറയാതെ വെച്ചാൽ സംഭവം ഇതാണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സാറോട് ആണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ല അടിപൊളി. മൂപ്പറ് എനിക്ക് കുറേ നല്ല നല്ല ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു തന്ന്. നല്ല മൂപ്പറ് ഒരു ഡയലോഗ് ഉണ്ട് നല്ല അടിപൊളിയിൽ. ചെറിയ ഹോട്ടലിൽ നല്ല ഫുഡ് കിട്ടും, പക്ഷെ വലിയ ഹോട്ടലിലും നല്ല ഫുഡ് കിട്ടും കേട്ടോ. പക്ഷെ ചെറിയ ഹോട്ടലിൽ അബിത് നല്ല ഫുഡ് കിട്ടും. നല്ല കുറേ ഹോട്ടലിൻ്റെ പേരൊക്കെ സാറ് പറഞ്ഞു നമുക്ക്, കുറേന്ന് വെച്ചാൽ കുറേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നല്ല ഹോട്ടൽ നമ്മൾ തിരഞ്ഞെടുക്കുക. നല്ല അഭിപ്രായങ്ങളുള്ള ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറ്റിയ രീതിയിൽ, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല, അവിടെ നിന്ന് ഫുഡ് കഴിച്ച് പൈസ കൊടുക്കുന്നതിന് പറയാം ഒന്നുകൂടി ശ്രദ്ധിക്കണം. കുറച്ചുകൂടി ടേസ്റ്റ് കൂടാ. നല്ല ഫുഡാണെങ്കിൽ നല്ല ഫുഡ്. ചില ഹോട്ടലിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, എങ്ങനെയുണ്ട് ഫുഡ് സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്ന് നമ്മൾ പറയലുണ്ട്. പല ഹോട്ടലിലുണ്ട്. ചില ഹോട്ടലിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇതെന്നുള്ളത്. ബാങ്കിലൊക്കെ കാണുന്നതിൻ്റെ തൊട്ട് ഗവൺമെൻറ് ഓഫീസിലൊക്കെ കാണും അങ്ങനത്തെ. അപ്പോൾ അതാണ് ഇപ്പം വീഡിയോ എടുക്കാൻ കാരണം. അല്ലാതെ പേടിച്ചിട്ടോ അതാക്കിയിട്ടോ ഒന്നല്ല. നമ്മളോട് ഒരിക്കലും റോങ് ആയിട്ട് പോലീസുകാർ സംസാരിച്ചിട്ടില്ല. ഡിലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ഡിലീറ്റ് ആക്ക്. നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഗുണം എന്നല്ലാതെ നഷ്ടങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള അതും എന്നിട്ട് പോലും പറഞ്ഞിട്ട് നമ്മൾ ഡിലീറ്റ് ആക്കിയില്ല. വീട്ടിൽ അവരൊക്കെ പോയി സംസാരിച്ച് നമ്മളെ നിലപാടിൽ ഡിലീറ്റ് ആക്കിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ 1 2 3 പോലീസുകാർ, അതിന് ശേഷം വന്ന പോലീസുകാർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ കുറേ നേരം സംസാരിച്ച്, പിന്നെ അതിന് ശേഷം കുറേ പോയിൻ്റ്, അതായത് മീൻസ് സമൂഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ധാർമ്മികം എന്നുള്ള രീതിയിലാണ് ഇതാക്കിയത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത്, എൻ്റെ വാപ്പാനെ വിളിച്ചപ്പോൾ 5-6 പ്രാവശ്യം മാപ്പും പറയിപ്പിച്ച്. പിന്നെ അയാളെ ഞാൻ മോശമായിട്ട് ചെറുതായിട്ട് സംസാരിക്കാൻ വെച്ചാൽ അയാൾ വലുതായിട്ട് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞ്, നമ്മൾ പറയില്ലേ ക്രിക്കറ്റ് കളിക്കുന്ന നേരം ഉള്ള സംഭവം, അതേമാതിരി ബാറ്റ് എൻ്റെ കൈമേലാൻ നേരം ബോൾ അയാളെ കൈമേൽ, ബോൾ എൻ്റെ കൈമേലാൻ നേരം ബാറ്റ് അയാളെ കൈമേൽ എന്നുള്ള അവസ്ഥയിൽ. അപ്പം എല്ലാവരും നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹോട്ടൽ തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മളിഷ്ടമാണ് ഏത് ഹോട്ടൽ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നുള്ളൂ. നമ്മൾ എല്ലാവരും വിളിച്ചാൽ ചോദിക്കും, എടാ ഏതാടാ കോഴിക്കോട് ഏതാടാ നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം, അത് ഇന്ന ഹോട്ടൽ, ഓക്കെ, അല്ല മറ്റേ ഹോട്ടൽ എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നല്ല ഹോട്ടലുകൾ നമുക്കിഷ്ടം. വിശപ്പുള്ള നേരം ഏത് ഹോട്ടലായാലും നമ്മൾ പോയി കഴിക്കും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കസ്റ്റമറോട് നല്ല രീതിയിൽ പെരുമാറാൻ അറിയുന്ന ഹോട്ടലൊക്കെ കുറേ ഉണ്ട്. ഈ ഹോട്ടലിൽ അങ്ങനെ ബുദ്ധിമുട്ടല്ല കേട്ടോ പറയുന്നത്. പക്ഷെ എനിക്ക് പറ്റിയ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ശരി.